ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അദ്വിക്കിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അദ്വിന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. ഇന്നാണ് അദ്വിൻ്റെ ബർത്ത് ഡേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. പിറന്നാളാണ് സാധാരണ ആഘോഷിക്കാറ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് അവൻ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ ഏറ്റവും ഇഷ്ടമുള്ള, അവൻ കുറേ നാളായിട്ട് ഒരു സാധനം വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് വലുതാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാത്തതായതുകൊണ്ട് വേറൊരു അവന് ഇഷ്ടമുള്ളൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവൻ അറിയില്ല, അവൻ അറിയാതെയാണ് മേടിച്ചത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് വരും നിങ്ങൾ. അപ്പം ഇതാണ് നമ്മൾ അദ്വിക്കിന് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ മേടിച്ച് വെച്ചിട്ടുള്ള ഗിഫ്റ്റ്സ് കേട്ടോ. ഇതുണ്ട് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇത് മൂന്നെണ്ണം അവന് കൊടുക്കാൻ. ഇതിൽ ഒരെണ്ണം അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. അത് ഇതാണ് കേട്ടോ. അപ്പോൾ ബാക്കി രണ്ടും നമുക്ക് ഗിഫ്റ്റ് പേപ്പർ ഇട്ടിട്ട് അവന് പൊതിഞ്ഞ് വയ്ക്കാം. ഇതാണ് സർപ്രൈസായിട്ട് കൊടുക്കാനാണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ പൊതിയണമൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതാണല്ലോ. ഇതാണ് ആ വീഡിയോയിൽ ആദ്യം കണ്ടത് കേട്ടോ. ഇത് രണ്ടുമാണ് അല്ലാണ്ട് അവന് ഗിഫ്റ്റായിട്ട് കയ്യിൽ കൊടുക്കാനുള്ളത് കേട്ടോ. അത് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് പേപ്പർ ഇട്ടിട്ട് നല്ലോണം റാപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, 3 ഗിഫ്റ്റാണ് കേട്ടോ അവന് മേടിച്ചത്. ഇത് 2 ഇതും പിന്നെ ഒരെണ്ണം ഇതും. ഇത് പിന്നെ ഗിഫ്റ്റായിട്ട് പൊതിയേണ്ട കാര്യമില്ല. ഇത് അവൻ അന്ന് നേരിട്ട് അൺബോക്സ് ചെയ്ത് സർപ്രൈസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ചെറുത് അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ അവൻ കുറേ നാളായിട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് പൊതിയണില്ല. ഇത് 2 പൊതിയുണ്ട്. ഇതിൻ്റെ മുകളിലിങ്ങനെ അധികം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതണമെന്നുണ്ടായിരുന്നു. പക്ഷേ എഴുതിയിട്ട് കാര്യമില്ല. അവൻ ഇപ്പോൾ ഇത് കണ്ട ഉടനെ അങ്ങോട്ട് വലിച്ച് ചീന്തും. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ പൊട്ടിച്ചെടുക്കും. അപ്പോൾ അല്ലാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് 2 പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഇനി എടുക്കുന്നത് അവനില്ലാത്ത ഒരു ദിവസമാണ്. അവൻ സ്കൂളിൽ പോയേക്കാണെന്ന്. അപ്പോൾ അവൻ ഇല്ലാത്തപ്പോഴേ ഇതൊക്കെ പൊതിഞ്ഞ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ എടുത്ത് വെച്ചതാണ് ഇത് പൊതിഞ്ഞ് വയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ പിറന്നാളും ദിവസത്തെ വ്ളോഗിലായിരിക്കും. അപ്പോൾ ഇതാണ് അവൻ്റെ ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടിട്ടുള്ള അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന്, വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല, എന്നാലും അവനൊരു സന്തോഷം. അപ്പോൾ എന്താണ് നമുക്ക് ആ വ്ളോഗിൽ കാണാം കേട്ടോ. അവൻ ഉറങ്ങിക്കിടന്ന സമയം നോക്കിയിട്ട് ഞാൻ ആ കളിപ്പാട്ട പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ കേട്ടോ. ഈ കമ്പികളൊക്കെ ഓരോന്നായിട്ട് അതിൻ്റെ കണക്ടർ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. നമുക്കതിൽ ഇതുണ്ടായിരുന്നു, സ്ലിപ്പ് ഉണ്ടായിരുന്നു, എങ്ങനെ നോക്കി ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് വച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനത് നല്ല രീതിയിൽ ചെയ്യും. ഞാനിത് എങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം എന്തെങ്കിലും അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനം എങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്വിനെ ഞാൻ വിളിച്ച് കാണിച്ചു കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പിയായി ഒക്കെ കണ്ടപ്പോൾ. അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. കാരണം അവൻ കുറേ നാളായിട്ട് കൂടാരം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് കിട്ടിയപ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഉമ്മയൊക്കെ തന്നു കേട്ടോ മൂപ്പര്.
ഗൈസ് അതുട്ടന്റെ തോക്ക് നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ആക്കിണ്ട്. അത് കാണിച്ചു കൊടുക്ക. ഇഷ്ടായോ? ഇതാണ് കേട്ടോ നമ്മള് മറ്റേ ഇതാണ് നമ്മള് വേറെ മ്യൂസിക്കൊക്കെ കേൾക്കണത്. ഇഷ്ടായോ? ആ അതൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് നമ്മൾ അതിന് കൊടുത്തു. അത് ഹാപ്പി ആയിട്ടുണ്ട് ഇല്ലേ? നമുക്ക് അതിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അത് ഇഷ്ടായോ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടായോ? ഡ്രസ് ഇഷ്ടായി. ആൾക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം പറഞ്ഞിട്ട് ഡ്രസ്സ് മേടിച്ചിട്ട് ഇപ്പോൾ അതിൽ സൈക്കിൾ ഓടിച്ച് കളിക്കാണ്. അപ്പം ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ പൈനാപ്പിൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കൂടി പൈനാപ്പിളൊക്കെ അരിഞ്ഞ് കഴിക്കായിരുന്നു. അവന് പൈനാപ്പിൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സൗണ്ട് ഒക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ശരി ടാറ്റാ. അതുട്ടന്റെ പിറന്നാൾ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും കാണണം. ഈ ആഴ്ച തന്നെ അതുട്ടന്റെ പിറന്നാൾ വീഡിയോ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ടാറ്റാ.